മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാവരും പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളും തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഉമറിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. എന്താണ് ചിന്തയെന്നറിയുമോ? അബൂബക്കറിനെ പരാജയപ്പെടുത്തണമല്ലാ. ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം തമ്പുരാര്. കാരണം എന്തു പറഞ്ഞാലും അബൂബക്കറാണ്. ഏത് നന്മയിലും ഒന്നാമൻ അബൂബക്കറാണ്. എന്ത് വിഷയത്തിലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്. എന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. സ്വഹാബാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബാ? നബി തങ്ങൾ ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഞാനുണ്ട് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാണ്, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. പടച്ചവനെ, ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ചോദിക്കുന്നത് അസർ കഴിഞ്ഞിട്ടല്ല, സുബഹി കഴിഞ്ഞിട്ടാ. പടച്ചവനെ, അതാ അബൂബക്കർ തങ്ങളാണ് എന്നും ഒന്നാമനാകുന്നത്. അതുകൊണ്ട് എനിക്ക് പരാജയപ്പെടുത്തണം. പള്ളി കമ്മിറ്റിയിൽ കയറാനല്ല, അധികാരത്തിന്റെ സോപാനങ്ങളിൽ കയറാനല്ല. പടച്ചവനെ, അതാ സദക്കയുടെ വിഷയത്തില്, നന്മയുടെ വിഷയത്തില് എനിക്കൊന്നെങ്കിലും ഒന്നാമനാകണം പടച്ചവന്. അതാ ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ സമ്പാദ്യം രണ്ട് വിഭാഗമാക്കുകയാണ്, രണ്ട് വിഭാഗമാക്കി മാറ്റിവെക്കുകയാണ്. എന്നിട്ട് തന്റെ സമ്പത്തിന്റെ പകുതി എടുക്കുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ ചിന്തിച്ചു, പടച്ചവനെ, ഇതുപോലെ ഒരാളും കൊണ്ടുവന്ന് കൊടുക്കൂല. എന്തായാലും അബൂബക്കർ പരാജയപ്പെടും. ഈ പ്രാവശ്യം ഞാൻ വിജയിക്കും. തന്റെ സമ്പത്തിന്റെ പകുതി എടുത്തുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, അല്ലാഹുവേ, നബി തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ പറയുകയാ, എന്റെ സമ്പത്തിന്റെ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരുന്നു നബിയേ. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. മാറി നിൽക്കുകയാണ്. ഓരോ സ്വഹാബികളും അവരവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉമർ തങ്ങളെ നോക്കുകയാ, അബൂബക്കർ എവിടെ, അബൂബക്കർ എവിടെ? ഏറ്റവും അവസാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു ചെറിയ പൊതിയാണ് കയ്യിലിരിക്കുന്നത്. ഉമർ തങ്ങൾക്ക് സന്തോഷമായി. ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. അബൂബക്കർ തങ്ങൾ ചെറിയ ഒരു ഹദിയയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അബൂബക്കർ, ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കർ? എന്താണ് നീ ബാക്കി വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി ഒന്നുമില്ല നബിയേ. തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ. അവിടെയും അബൂബക്കറാണ് വിജയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, നമുക്കുമൊന്ന് മത്സരിക്കാൻ കഴിയുമോ?
നമുക്കും ഒന്ന് മത്സരിക്കാൻ കഴിയുമോ? പടച്ചവനെ, ഒരു നന്മയുടെ വിഷയത്തിൽ നമുക്കും ഒന്ന് മത്സരിക്കാമടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു നല്ല കാര്യം പറഞ്ഞാ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, നന്മകൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും, അത് ഏത് സമയത്തുള്ള ദുആയാണെങ്കിലും, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയാണെങ്കിലും, വഅദിന്റെ മജ്ലിസിലുള്ള ദുആയാണെങ്കിലും, സ്വലാത്തിന്റെ മജ്ലിസിലുള്ള ദുആയാണെങ്കിലും, മരണവീട്ടിലെ ദുആയാണെങ്കിലും, എപ്പോൾ ദുആ ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗം താ എന്നാ. എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ആ ദുആ നമ്മൾ ഒരിക്കലും നമ്മുടെ ദുആകളിൽ എന്തൊക്കെ മറന്നുപോയാലും അത് ചോദിക്കാൻ നമ്മൾ മറന്നു പോകാറില്ല. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നാൽ ആ റമളാനിലെ 30 ദിനരാത്രങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം താ എന്ന അപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹമാണ്. എല്ലാവരും ആ സ്വർഗം താ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗം താ പടച്ചവനെ എന്നാണ്. എന്നാൽ നബിതങ്ങൾ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം താ എന്നല്ല നിങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ടത്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എനിക്ക് സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ എന്ന് പറയുന്നതിലുപരി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണം. ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? ആ സ്വർഗത്തിൽ ആരാണ് കടന്നു പോകുന്നത്? എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിൽ 100 പദവികളാണുള്ളത്. 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിൽ ഇങ്ങനെ പദവികളാണ്. അതാ ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരമുണ്ടല്ലോ, ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ആ 100 പദവിയിൽ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണ്. അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അവിടെ കിടക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ വിഐപികളാണ്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും ദാവൂദ് നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാര് പടച്ചവനെ സുഹദാക്കള്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവര് മാത്രം കടന്നു പോകുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അത് വിഐപികൾ കടന്നു പോകുന്ന സ്വർഗമാണ്. അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ചോദിച്ചാൽ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ സ്വഭാവം എന്താ?
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്, ഉണ്ടോ ഇല്ലയോ എന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ ആ നന്മ ചെയ്യണമെന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു നല്ല കാര്യം ഒരു മനുഷ്യന്റെ മുമ്പിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിസ്കാരമാകട്ടെ, സദഖയാകട്ടെ, ഖുർആൻ ഓതലാകട്ടെ, ദിക്റുകളാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നന്മയാണോ, ആ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സമാധാനമില്ലടോ. ആ നന്മ ചെയ്യാതെ അവൻ ഉറങ്ങാൻ കഴിയില്ല. ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി അവന് വല്ലാത്ത ധൃതി കാണിക്കുകയാണ്. ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ പടച്ചവനെ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കാവുള്ളത്? പടച്ചവനെ ഒന്ന് കയറിയിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ കയറിയിരിക്കാനല്ല. ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗമാണ് ഇൽമു പറയുന്ന മജ്ലിസ്. എടോ വന്ന് സ്വർഗത്തിൽ കയറിയിരിക്ക് ഒന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, പുറകിൽ നിൽക്കുന്നവന് കയറിയിരിക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ഈ ഗുണമല്ല നമുക്ക് വേണ്ടത്. ഒരു നന്മ പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ പറയുന്നവന് താടിയുണ്ടോ, തഴമ്പുണ്ടോ, വലിയവനാണോ, ചെറിയവനാണോ, അങ്ങനല്ല. ഒരു നല്ല കാര്യം പറഞ്ഞാ ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നറിയുമോ? ഒരു ഉദാഹരണം നബി തങ്ങൾ പറയുകയാ, പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയുകയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നബി തങ്ങൾ പറയുകയാ. യഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സനാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സ് പ്രായമായി. ആ 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാ, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. 8 വയസ്സുകാരനോടല്ല, 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. പടച്ചവനെ സുന്നത്ത് കല്യാണം നടത്താൻ പറയുകയാണ്. അതിനെക്കുറിച്ച് വലിയ അറിവില്ലടോ. അല്ലാഹുവിന്റെ കൽപ്പന വന്നു 80 വയസ്സുള്ള ഇബ്രാഹിം നബിയോട് സുന്നത്ത് കല്യാണം നടത്താൻ. പടച്ചവനെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽ ഖദൂ, തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്, ഒരു കോടാലി ഇരിക്കുകയാണ്, ഒരു ചെറിയ മഴു തന്റെ കയ്യിലിരിക്കുകയാണ്. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ടങ്ങ് സുന്നത്ത് കല്യാണം നടത്തുകയാ. തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് ഇബ്രാഹിം നബി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സുന്നത്ത് കല്യാണം നടത്തുകയാണ്. പടച്ചവനെ പറയേണ്ടതില്ലല്ലോ, രക്തമൊഴുകാൻ തുടങ്ങി. അതാ വരുന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ ഖലീലല്ലാഹ്,
അള്ളാന്റെ നബിയേ, എന്തേ നബിയേ, എന്തേ നബിയേ, നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു നബിയേ? ഒന്ന് സമാധാനത്തോടു കൂടി ചെയ്താ പോരായിരുന്നോ? എന്തിനാണ് നിങ്ങൾ എത്ര ധൃതി കാണിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്താ? ജിബ്രീലേ, അല്ലാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാ പടച്ചവനെ ചെയ്യണമല്ലോ, പിന്നെ എന്താലോചിക്കാനാ? ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞ പിന്നെ അത് ചെയ്യാതെ ചിലർക്ക് സമാധാനമുണ്ടാകില്ല. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ലോകത്താദ്യമായിട്ട് സുന്നത്ത് കല്യാണം നടത്താൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലിരുന്ന മഴുകൊണ്ട് ഇബ്രാഹിം നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുക, എന്തേ നബി, ഇതിങ്ങനെ രക്തത്തിൽ കൊളിച്ച് നിൽക്കണല്ലോ, നമുക്കൊന്ന് സമാധാനത്തോടെ ഒന്ന് ചെയ്തുകൂടെ? അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ എങ്ങനാ? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ആലോചനയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അതൊരു മനസ്സാണ്, ഒരു നല്ല ഗുണമാണ്. അതാണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത്. നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത് അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമാണ്, എല്ലാവരും ദുആ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനാ. എന്നാ നിന്റെ ജീവിതത്തിൽ നീ എന്ത് നന്മയാണ് ചെയ്തു വച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പോകാൻ ആഗ്രഹിച്ചാ മാത്രം പോരാ. ഉസ്താദന്മാര് നിങ്ങളോട് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു തരുന്നല്ലോ. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുപാട് എളുപ്പ വഴികള് അല്ലാന്റെ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു തരാറുണ്ടല്ലോ. എന്തേ നമ്മുടെ തലയ്ക്കകത്ത് കേറാത്തത്? എന്തേ നമ്മളിത് ചെയ്യാ തയ്യാറാകാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നത്തെ ചെറുപ്പക്കാര് പറയുകയാ, ഉസ്താദേ, നിങ്ങൾ വാഴ്ന്നു പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ എത്ര വാഴ്ന്നു പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ സ്വഭാവത്തിലൊരു മാറ്റമില്ല, ഞങ്ങളെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായി പുച്ഛത്തോടെ തള്ളുകയാ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ നിനക്കൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഉഹദിന്റെ രണാങ്കണത്തില്, അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിൽക്കുകയാണ്. നബി തങ്ങളെ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഈ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഇന്നാര് ഷഹീദായാലും അവർക്ക് സ്വർഗമുണ്ട് സ്വഹാബാ. നബി തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ, പടച്ചവനെ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കേൾക്കുമ്പോ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമൈറേ, നിനക്കെത്ര സന്തോഷമെന്ത്? നീ എന്തിനാ കിടന്ന് തുള്ളിച്ചാടുന്നത്? നീ എന്തിനാ കിടന്ന് സന്തോഷിക്കുന്നത്? ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ? മാ ഹമലക അലാ ഖൗലിക. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക്, ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറയുന്നത് കേട്ടില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നീ രണാങ്കണത്തിൽ ഷഹീദായാൽ
ഇന്ന് ഈ രണാങ്കണത്തിൽ ഷഹീദായാൽ സ്വർഗം കിട്ടുമോ നബിയെ? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, നിനക്കെന്ത് സംശയം എന്തേ ഉമൈറ തങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴം ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നുണ്ട്. ഇന്നിവിടെ ആര് ഷഹീദായാലും അവർക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കടിക്കാനൊരു കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാ. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ ഒരു കാരക്കയെടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ആ കാരക്കയങ്ങ് താഴെ വെക്കുകയാ. കടിക്കാനെടുത്ത കാരക്കയെടുത്ത് താഴെ വെക്കുകയാണ്. ഉമൈറെ, കടിച്ചിട്ട് പോകടാ, ഈ കാരക്കയൊന്ന് കഴിച്ചിട്ട് പോ. ഉമൈർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമൈർ ബിൻ ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അർജു അൻ അകൂന മിൻ അഹ്ലിഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടണം നബിയേ. എനിക്കൊരു കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ വയ്യ, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ നിന്ന് രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ഷഹീദായെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ, ഒരു നല്ല കാര്യം നിന്റെ മുമ്പിൽ പറഞ്ഞു തന്നു. അതിന്റെ പ്രതിഫലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ നിൽക്കരുത്. ഏതുപോലെയെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനാണല്ലോ. അലിയാർ തങ്ങളുടെ ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം അലിയേ, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവനെ, അലിയാര് തങ്ങളോട് തന്റെ മോഹം പറയുമ്പോ അലിയാര് തങ്ങൾ അതാ റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. അവിടെ നിന്നൊരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ വന്നു പറഞ്ഞു, അലിയേ, വിശക്കുന്നു അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അലിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കണേ അലിയേ. അലിയാർ തങ്ങൾ ചിന്തിക്കുകയാണ്, തൻ്റെ കയ്യിലൊന്നുമില്ല, ആകെ ഇരിക്കുന്നത് ഫാത്തിമ എന്ന ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു റുമ്മാമ്പഴമാണ്. പടച്ചവനെ, എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിന് 10 ഇരട്ടി അല്ലാഹു തരുമലിയേ. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഉസ്താദന്മാര് ബക്കറ്റ് മുമ്പിൽ കടന്നു വരുമ്പോ പറയുമല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും. കൊടുക്കാൻ പറയുമ്പോൾ ആരെങ്കിലും കൊടുക്കുന്നു എന്ന് നോക്കുന്നവരാണ് നമ്മളിൽ പലരും. പടച്ചവനെ, ബക്കറ്റുമായി വരുന്നവന്റെ മുഖത്ത് പോലും നോക്കാത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ ഉമ്മാമ്പഴവുമായിട്ട് വരുമ്പോഴാ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിന് 10 ഇരട്ടി അല്ലാഹു തരുമലിയേ. ആ പ്രതിഫലം അങ്ങ് കേൾക്കുമ്പോ ഗർഭിണിയാണ്, ഭാര്യയ്ക്കുള്ളതാണൊന്നും ചിന്തിച്ചില്ലടോ. പ്രതിഫലം കേൾക്കുമ്പോൾ അലിയാര് തങ്ങളാ പഴമെടുത്ത് കൊടുക്കുകയാ. ഇതാണടോ നമുക്ക് വേണ്ട സ്വഭാവം, ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ആലിയാര് തങ്ങൾക്ക് അല്ലാഹു വെറും കയ്യോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ മുമ്പിൽ ഒരു കൊട്ട നിറയെ അല്ലാഹു റുമ്മാമ്പഴം കൊടുത്തു എന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് പടച്ചവന് ഈ മജ്‌ലിസിൽ കടന്നു വന്നവരോട് പറയുകയാ,
നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്കല്ല, ദുനിയാവിന്റെ കാര്യങ്ങൾക്കല്ല. അല്ലാഹുവേ, നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുന്നവരാകണം. ഏതുപോലെ എന്നറിയുമോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരാ. ആരാട് പറഞ്ഞു തരുന്നതെന്നറിയുമോ? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകള് അതാ ഒരു നന്മ പറഞ്ഞു തരികയാണ്. അലിയാർ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവര്, അതാ ഒരു ദിവസം അലിയാർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാ. ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. വല്ലാത്ത സങ്കടത്തിലാണ് ഫാത്തിമ ഇരിക്കുന്നത്. അലിയാർ തങ്ങൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ? എന്തു പറ്റി ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കുകയാ. പടച്ചവനേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കൈയും അവിടെന്ന് പൊട്ടിയിരിക്കുകയാ. ആട്ടുകല്ല് പിടിച്ചിട്ട്. പടച്ചവനെ, എന്തേ കാരണമെന്നറിയുമോ? അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാ. പടച്ചവനെ, അതാ മാവ് പൊടിച്ചിട്ട്, ഗോതമ്പ് പൊടിച്ചിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് അലിയാർ തങ്ങളും ഫാത്തിമ ബീബിയും കഴിയുന്നത്. പടച്ചവന് എപ്പോഴും മാവ് പൊടിക്കുന്നതിന് വേണ്ടി കൈകൊണ്ടിങ്ങനെ കല്ല് പിടിക്കുകയാ. ആ കല്ല് പിടിച്ചിട്ടാണ് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുന്നത്. പടച്ചവനെ, നമ്മൾ ചിന്തിക്കും, ഉസ്താദ്, എങ്ങനെയാ കൈ പൊട്ടുക? എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, ഫാത്തിമ ബീബിക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് ചെറിയ മക്കളാണുള്ളത്. രണ്ടുപേരും ഒരു വയസ്സിന്റെ വ്യത്യാസമാണ്. രണ്ടുപേർക്കും ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ള മക്കളെ എങ്ങനെയാ ഫാത്തിമ വളർത്തിയതെന്നറിയുവോ? തൊട്ടിലിൽ കിടന്ന് കരഞ്ഞ ഫാത്തിമ ബീബി ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാ. തന്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ്. മക്കള് കരഞ്ഞ കാലുകൊണ്ടാട്ടിയിട്ടാണ് ഫാത്തിമ തന്റെ മക്കളെ ഉറക്കിയിരുന്നത്. കാരണം അതുപോലെ ജോലിയാണ്. അങ്ങനെ ജോലി ചെയ്ത കല്ല് പിടിച്ചിട്ട് രണ്ട് കൈയും പൊട്ടിയ സങ്കടമാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവായ അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. അലിയാർ തങ്ങൾക്ക് സങ്കടമായി, രണ്ടുപേർക്കും സങ്കടമായി. അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാ. നിന്റെ പ്രയാസം മാറാ, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറാ. ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. എന്തേ അലിയേ? അലിയാർ തങ്ങൾ തന്റെ ഫാത്തിമയോട് പറയുകയാണ്, നീ നാളെ നിന്റെ വാപ്പാടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന നിന്റെ പിതാവിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് നീ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണം, ബാപ്പാ, എനിക്കൊരടിമയെ വേണം ബാപ്പാ. ഒരടിമയെ നീ ചെന്ന് ചോദിച്ചാൽ ഒരുപാട് അടിമകൾ നബി തങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നീ ചോദിച്ചാ ഉറപ്പായിട്ടും തരും ഫാത്തിമ. ഒരടിമയെ ലഭിച്ചാ നിനക്ക് സഹായമാകുമല്ലോ. ഫാത്തിമ ചിന്തിച്ചു, ശരിയാണല്ലോ. പടച്ചവനെ, കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിനെ കാണാൻ പോവുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വീട്ടിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു യാത്ര പോയിരിക്കുകയാ. നബി തങ്ങൾ ഒരു യാത്ര പോയിരിക്കുകയാ. ഫാത്തിമയ്ക്ക് സങ്കടമായി. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പടച്ചവനെ തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമ സങ്കടം പറയുകയാ. വീട്ടു ജോലിയെ കുറിച്ച് പറയുകയാ. ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുകയാ. ഫാത്തിമ ബീബി പറയുമ്പോ
ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടം വരികയാ. ഫാത്തിമ പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ പറയണേ എനിക്കൊരടിമയെ വാങ്ങിത്തരണമേ, എനിക്കൊരടിമയെ തരാൻ പറയണം. ഉമ്മയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ സമാധാനത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പടച്ചവനെ അന്ന് രാത്രിയിലാണ് നബിതങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് താമസിച്ചിട്ടാണ് നബിതങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ ഫാത്തിമ വന്നിരുന്നു നബിയേ, വലിയ സങ്കടത്തിലാണ് നബിയേ, ഫാത്തിമയുടെ കൈ രണ്ടും പൊട്ടിയിട്ടുണ്ട് നബിയേ. ഫാത്തിമയെ കുറിച്ച് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് വിശദീകരിക്കുമ്പോ കരളിന്റെ കഷ്ടമായ പൊന്നാര നബിതങ്ങളെ സ്നേഹിച്ചിരുന്ന ഫാത്തിമ, നബിതങ്ങൾക്ക് സമാധാനം കിട്ടിയില്ലടോ. ആ രാത്രിയിൽ തന്നെ നബിതങ്ങളെ ഇറങ്ങുകയാണ്, എനിക്കെന്റെ പൊന്നുമോളെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. നബിതങ്ങൾ സലാം പറഞ്ഞു. വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രണ്ടുപേരും കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇരിക്കു ഫാത്തിമ, ഇരിക്കലിയേ. രണ്ടുപേരെയും പിടിച്ചിരുത്തുകയാണ്. അവരുടെ മുമ്പിൽ അവരുടെ മധ്യഭാഗത്ത് നബിതങ്ങൾ ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബിയുടെ കൈ പിടിച്ചു നോക്കുകയാ. ജോലി ചെയ്ത് കൈയൊക്കെ പൊട്ടിയിരിക്കുന്ന പൊന്നാര മകളെ കൈ പിടിച്ചിട്ട് പ്രവാചകൻ തയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തലോടുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പെൺമക്കളുള്ള പിതാക്കന്മാരെ, നിങ്ങൾക്ക് വേണ്ട ഒരു സ്വഭാവം ഇതാണ്. പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു വാപ്പ എങ്ങനെയാകണം. നിന്നെ പോലെ നിന്റെ മരുമകന് സമ്പത്തുണ്ടാകണമെന്നില്ല, സൗകര്യമുണ്ടാകണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീടുണ്ടാകണമെന്നില്ല. പാവപ്പെട്ടവനാകാ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാകാ. പടച്ചവനെ, ആ പാവപ്പെട്ടവന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പൊന്നാര മകള് സങ്കടം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് നബിതങ്ങള് പഠിപ്പിക്കുകയാ. നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനെ വാപ്പാ, നീ നിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കണേ, നിന്റെ പെൺമക്കളോട് നീ പറഞ്ഞു കൊടുക്കണേ. നിന്റെ പെൺമക്കള് വീട്ടുജോലിയുടെ കാര്യങ്ങൾ നിന്റെ അടുക്കൽ പറഞ്ഞ് കരയുമ്പോ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നന്മയാണ്. അല്ലാഹുവേ, കൊട്ടുകാടിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, ഭർത്താവിന്റെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പെങ്ങള്, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പുക കൊള്ളുന്നവളല്ല, ചൂടനുഭവിക്കുന്നവളല്ല പെങ്ങളെ. നട്ടുച്ച സമയത്ത് ആ തീയുടെ ചുവട്ടിൽ കിടന്ന് ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ ഒഴുകുമല്ലോ പെങ്ങളെ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ.
എങ്കിലാ വിയർപ്പ് തുള്ളി നിനക്ക് നഷ്ടമാകില്ല. ആ അടുക്കളയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനൊക്കും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീണ വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാറുള്ള വഴിയാ പെങ്ങളെ. ആ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് തീ കൊള്ളുന്ന ഉമ്മ, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അത് നിനക്ക് നരകമോചനം കിട്ടാറുള്ള ഒരു നന്മയാണ്, ഒരു കാരണമാണ്. നിങ്ങളെ എന്ത് ചെയ്താലും പരാതി പറയുന്നവരുണ്ടല്ലോ. ഭർത്താവിന്റെ തുണി കഴുകിയാൽ, വീട് തൂത്താൽ, മക്കളെ നോക്കിയാൽ, ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താൽ, എല്ലാത്തിനും സങ്കടം പറയുന്ന പെണ്ണെ, ഒരു പെണ്ണതാ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ, ഒരു പെണ്ണ് പ്രസവത്തിന്റെ വേളയിൽ മരണപ്പെട്ടു പോയാ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ, നിനക്ക് ജിഹാദിന്റെ കൂലിയാ. എന്ത് ചെയ്താലും പ്രതിഫലമാണോ? പക്ഷേ ഇന്ന് സമുദായത്തിനറിയില്ല കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന്, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന്. തമ്മി തല്ലാനേ അറിയൂ, പരസ്പരം കേസ് കൊടുക്കാനേ അറിയൂ, കണ്ടാ മുഖം തിരിച്ച് നടക്കാനേ അറിയൂ. വാപ്പാ, ഇന്ന് വാഴ്ത് കഴിഞ്ഞിവിടന്ന് ഇറങ്ങി പോകുമ്പോ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു പോയി, മുടിയൊക്കെ മുടിയൊക്കെ നരച്ചു പോയി, 50ഉം 60ഉം വയസ്സായില്ലേ. നിനക്കറിയുമോ, വാഴ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ, ആ പിടിച്ച കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാടാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഇന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുമോ? നീ വേറൊന്നും വേണ്ട, ആ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ 2 പേരുടെയും പാപം പുറത്തു തരുമെന്ന് നബിയനാ റസൂലുള്ളാഹി. കുടുംബജീവിതം എന്ന് പറഞ്ഞ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവിന്റെ വീട്ടിലെ ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ അവിടുന്ന് ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, അടിമയെ വേണമെന്ന് പറഞ്ഞല്ലോ, അടിമയെ വേണമെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ, ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ വേണമെന്നല്ലേ നീ ചോദിച്ചത്? അതിനേക്കാളും നിനക്ക് നന്മ കിട്ടുന്ന, അതിനേക്കാളും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞുതാ ബാപ്പാ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ നീ പറയണേ ഫാത്തിമ. ഇത് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ പ്രയോജനമുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ പറയുകയാ, മരിക്കുന്ന ദിവസം ഞാനത് പറഞ്ഞിട്ടാ
കിടന്നാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറയുകയാണ്, എന്റെ പിതാവെന്ന് രാത്രിയിൽ പറഞ്ഞു തന്ന ഒരു നന്മയുണ്ടല്ലോ, പടച്ചവനെ ഞാൻ മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു. അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ അവിടെന്ന് പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാനും അങ്ങനെ തന്നെയാണ്. അന്ന് രാത്രി നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയണേ എന്ന് അന്ന് രാത്രിയിൽ എൻ്റെ മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് മരിക്കുന്ന കാലം വരെ ഞാനും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കുമൊന്ന് നന്മ ചെയ്യാം, നമുക്കുമൊന്ന് മത്സരിക്കാമടോ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാ, ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമല്ല, ഉറക്ക വഴികേണ്ട കാര്യമല്ല, പൈസ ചെലവുള്ള കാര്യമല്ല. പടച്ചവനെ, നമുക്ക് അതാ കിടക്കുന്നതിന് വേണ്ടി അതാ കിടപ്പറയിലേക്ക് കടന്നു ചെന്നു ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 4 കാര്യം പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മരിക്കുന്ന കാലം വരെ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും ചെയ്യാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇന്നൊരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയണം. ഇത് ചെയ്യാതെ ഉറങ്ങരുത്. റബ്ബേ, അതിനുള്ള ഈമാൻ നൽകണേ അല്ലാ. 4 കാര്യം ചെയ്യാതെ ഇന്നൊരൊറ്റ മനുഷ്യനും കടന്നുറങ്ങരുത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്നും ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, ഇന്ന് ഒരു രാത്രിയെങ്കിലും നിങ്ങൾ ഇത് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 4 കാര്യം ചെയ്യാതെ നിങ്ങൾ കടന്നുറങ്ങരുത്. അള്ളാഹു നമ്മുടെയൊക്കെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. 4 കാര്യം ചെയ്യൂലേ? 4 കാര്യം ചെയ്യൂലേ? ഇത് ചെയ്യാതെ ഇന്ന് മുതൽ കടന്നുറങ്ങരുത്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? കൈവക്കിക്കേ ചെയ്യാന്നുള്ളവരൊക്കെ. ബാക്ക് സൈഡിലൊന്നും പൊങ്ങണില്ലടോ. ശരി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്ത ഓതിയട്ടെ. ഈ കൈവക്കിയവർ മുഴുവൻ ഇന്ന് ഉറങ്ങാവൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തോതണം? ഒരു ഖത്ത ഓതണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ ഭയന്ന് പോയോ? ഇൻഷാ അല്ലാഹ്. ആയിഷ ബീബി അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയോടാണ് നബിതങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ ആയിഷ ബീബി ഇതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നീ പാരായണം ചെയ്യ്, നിനക്ക് ഖത്തം ഓതിയ ഒരു കൂലി കിട്ടുമെന്ന് നബിയന റസൂലുള്ളാഹി. ഏത് 3 സൂറത്ത്? ഇഖ്ലാസ്, ഫലക്, നാസ്. ഇത് ഓതിയ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഓതിക്കൂടെ? വാപ്പ മരിച്ച അതിന് ഖത്തം തന്നെ ഓതണം. ഇത് 3 ഓതണ്ട. ബുദ്ധിയുള്ളവർ എന്നാ പിന്നെ അങ്ങനല്ല, അത് വേറെ. ഇത് രാത്രിയാണ്. 2, കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചോദിക്കണം? കൂടെ കിടക്കുന്ന പെണ്ണും പിള്ള എടുത്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. കൂടെ കിടക്കുന്ന ആമിന, നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഇവിടെ യന്ത്രം പോലെ കടന്ന് ഓടിയപ്പോ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെട്ടേക്കണേ എന്ന് നമ്മുടെ ഭാര്യയെടുത്ത് പോലും നമ്മൾ ചോദിക്കാറില്ല. പിന്നെ നാട്ടുകാരോട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എല്ലാവരുടെ പൊരുത്തം കിട്ടാനുള്ള വഴി എന്താ? ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി
ദുആ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ദുആയാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ജുമയുടെ രണ്ടാമത്തെ ഖുതുബയിൽ ഉസ്താദ് ഓതുന്ന ദുആയാണ്. ഇതറിയുന്നവർ ഇത് തന്നെ പറയടോ, ഇത് അറിയുന്നവർ ഇത് തന്നെ പറ. ഇത് അറിയില്ലേ, അല്ലാഹുവേ ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് കിട്ടും. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അമ്മാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഈ ദുആ ചെയ്യാൻ കഴിയുമോ സഹോദരാ? നിനക്കതിന്റെ വിലയറിയില്ല, നിനക്ക് ആ ദുആഇന്റെ വിലയറിയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബീ ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, 120 കോടി നന്മ വേണോ? 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാണ്. ഏകദേശം 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആരെങ്കിലും ഈ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരോട് അല്ലാഹു കരുണ കാണിക്കാൻ, അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകാൻ നീ ദുആ ചെയ്താ നിനക്ക് അല്ലാഹു ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് പ്രതിഫലം തരികയാ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ദുആ ചെയ്താൽ 1 കോടി പടച്ചവനെ 120 കോടി നന്മ നിനക്ക് അല്ലാഹു തരികയാണ്. 2 എല്ലാവരുടെ പൊരുത്തം അല്ലാഹു നിനക്ക് നൽകുകയാ. പടച്ചവനെ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എല്ലാ പ്രവാചകന്മാരോടും ശഫാഅത്ത് ചോദിക്കണേ ആയിഷ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ. അവിടെ നിന്ന് ശഫാഅത്ത് ചോദിക്കണേ. യാ റസൂലല്ലാഹ്, നിങ്ങളെ അല്ലാതെ വേറൊരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ. പിന്നെ എങ്ങനെയാണ് ആയിഷ ഒരു 10 സ്വലാത്ത് പറ ആയിഷ, ഒരു 10 സ്വലാത്ത് പറ ആയിഷ. പ്രവാചകന്മാരുടെ ശഫാഅത്ത് നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ, ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ. പലർക്കും ആഗ്രഹമുണ്ടോ? ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ, ഉംറയ്ക്ക് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ? കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിനകത്തിരിക്കുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് പറയണം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്കണേ വാപ്പാ. നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്, നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ. ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണ് നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം. അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം ഇന്ന് ചെയ്തൂടെ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സദക്ക കൊടുത്താൽ നല്ല ഭാര്യയെ കിട്ടുവോ? കിട്ടും ചങ്ങാതി. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല ഭാര്യയെ തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. സദക്ക കൊടുത്താൽ അല്ലാഹു സ്വാലിഹത്തായ ഭാര്യയെ തന്നതിന് തെളിവ് വേണോ? മക്കളെ, ജോലി വേണോ? ചെറുപ്പക്കാരാ, ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഈ പാവപ്പെട്ടവരുടെ കൂടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് കൂടെ ഇരുന്ന് കഴിക്കുമോനെ, നിനക്ക് അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ല ബർക്കത്ത് തരികയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഈ 11 പേരോടും എനിക്ക് പറഞ്ഞു തരാറുള്ളത്, ഈ ഉമ്മമാരെ, ഈ ഉപ്പമാരെ, ഈ കൂടപ്പിറപ്പുകളെ പൊന്നുപോലെ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തരുന്ന പ്രതിഫലമാണ്. അല്ലാഹു ദുനിയാവിൽ തരുന്ന 3 പ്രതിഫലം പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. പഠിച്ചവനെ അതാ തന്റെ മുന്നിലിട്ടുകൊണ്ട് ബനു ഇസ്രായേൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ തല്ലുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒരടി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ വീണു മരിക്കുകയാണ്. പഠിച്ചവനെ, മൂസാ നബിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂസാ, നീയാണ് കൊന്നതെന്നറിഞ്ഞു കഴിഞ്ഞു. ഫിറഔനിന്റെ അനുയായികൾ നിന്നെ പിടിക്കാൻ വരികയാണ്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നാട് വിടുകയാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നാട് വിടുകയാണ്. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു കാഴ്ച കാണുകയാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറയുകയാ. ഖുർആനിൽ കാണാ. ഇത് ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ്. മൂസാ നബി ചെന്ന് നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരാൻ ഇടകലർന്നു നിൽക്കുകയാണ്. അവര് വെള്ളം കോരാൻ വേണ്ടി പടച്ചവനെ തിരക്ക് കൂട്ടുകയാണ്. മൂസാ നബി നോക്കുമ്പോ 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാ. 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. എല്ലാവരും വെള്ളം കോരാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ വെള്ളം കോരുന്നില്ലേ? ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പൊ മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ഞങ്ങൾക്കൊരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ നിങ്ങളെ? കേൾക്കണം, ഇത് ഈ 11 പേർക്കുള്ളതാ. ആ കുട്ടികളോട് ചോദിച്ച്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ആ പെൺകുട്ടികൾ പറഞ്ഞു സഹായിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികൾക്ക് അല്പം വെള്ളം കോരി കൊടുത്തു. ആ കുട്ടികൾ വെള്ളവുമായിട്ട് പോയി. മൂസാ നബി നാട് വിട്ടു വന്നതാ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. ആ നാട്ടിൽ ഒരാളെയും അറിയില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല, സഹായിക്കണം പടച്ചവനെ. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി മൂസാ നബി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ. ഞങ്ങളെ സഹായിച്ചില്ലേ, അതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, വാ. മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ 2 പെൺകുട്ടികൾ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പെൺകുട്ടികൾ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കാണുന്നു. ആരാണെന്നറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശുഐബ് നബി അലൈഹിസ്സലാം, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്നു ഈ 2 പെൺകുട്ടികൾ. മൂസാ നബി തന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. എന്റെ മക്കൾക്ക് വെള്ളം കോരി സഹായിച്ചപ്പോ അള്ളാഹു കൊടുത്ത 1ാമത്തെ പ്രതിഫലം ഒരു സ്വാലിഹത്തായ ഭാര്യ അള്ളാഹു കൊടുത്തു. ശുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ജോലിയില്ലേ? 10-11 വർഷം ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറള്ള ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പൈസ കൊടുത്താലോ? അപ്പൊ പാപങ്ങളെ സഹായിച്ചാലോ? ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അതുകൊണ്ട് സഹോദരാ,
ഈ പാപങ്ങളെ കണ്ടിട്ട് നീ കാണാത്തവനെ പോലെ നടക്കരുത്. ഇങ്ങനെയുള്ള പാപങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു തന്നിട്ട് നീ കാണാത്തവരെ പോലെ ഇവിടെ നിന്ന് മടങ്ങി പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഏതെല്ലാം വഴിയിലൂടെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹു നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയെ തരികയാ. എന്റെ ചെറുപ്പക്കാരാ, ഉസ്താദേ, ഞാൻ വിവാഹം കഴിച്ചല്ലോ. നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ ഭാര്യ നന്നാകണോ. അവൾ അല്ലാഹുവിനെ ഭയമുള്ളവളാകണോ. ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? കൊടുക്കാൻ കഴിയുമോ? നീ കൊടുത്താൽ നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കുകയാണ്. പെങ്ങളെ, മോശമായ ജീവിതം നയിക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ അല്ലാഹു നന്നാക്കി തരികയാണ്. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ, ജോലിയില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്നു പോവുകയാണ്. സങ്കടം പറയുന്ന വാപ്പാ, സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു സദക്ക പാപങ്ങൾക്ക് കൊടുക്കുമോനെ. അതിലൂടെ അല്ലാഹു നിനക്ക് നല്ല ജോലി തരികയാണ്. നിന്റെ ജീവിത മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാ. ദുനിയാവിൽ അല്ലാഹു തരുന്ന 2 പ്രതിഫലം. ഇനി 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണമാ, ഈമാനുള്ള ഒരു മരണമാണ്. പടച്ചവനെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണമെന്നാണ്. മുസ്ലിമേ, അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം സഹോദരാ. എന്താണോ കൊടുക്കാൻ കഴിയുന്നത്, പടച്ചവര് ഈ കാണുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി എന്താണോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത്, പടച്ചവനെ, അതാ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്ക് സിമന്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു കല്ലാണ് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും നീ കൊടുക്കൂ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. 2 പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ഇത് അല്ലാഹു പറയുന്നത്, ഇത് അല്ലാഹു പറയുന്നത്. പടച്ചവനെ, ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഹദിയ ചെയ്താൽ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അത് ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, എന്തെങ്കിലും ഒരു സഹായമാകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം.
ഏറ്റവും ഷർറായ ഒരു ദിവസം വരാനുണ്ടോ? ഏതാണ് ഷർറായ ദിവസം എന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിന് രണ്ടാമത് ഊതുമ്പോ കൊട്ടുകാട് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികളുടെ കോലത്തിൽ, പന്നികളുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, ഇതുപോലെ കബറിനകത്ത് നിന്ന് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന പടച്ചറബിന്റെ ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാ, ഒരാൾക്ക് പോലും വസ്ത്രമില്ലടോ, ചേലാകർമ്മം ചെയ്തിട്ടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാടാ മോനെ, ചെമ്പിന്റെ തറയാണ് മോനെ. ഈ പാതിരാത്രി 10 മണി കഴിഞ്ഞിട്ടും ഞാനും നിങ്ങളും വിയർക്കുകയാണ്. വല്ലാത്ത ചൂടാണ്, വല്ലാത്ത വിയർപ്പാണ്. എവിടെയാ നിന്റെ തലയുടെ മുകളില് പടച്ചവനെ? 15 കോടി, അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ച് 10 എനിക്കും നിങ്ങൾക്കും ചൂടാ, വിയർപ്പാ. എങ്കിലും സുബ്ഹാനല്ലാഹ്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഈ സൂര്യനെ അല്ലാഹു അങ്ങ് താഴ്ത്തുകയാണ്. ഒരു ചാണ് മുകളില്, എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ആ സൂര്യൻ ഇങ്ങനെ താടുന്ന ദിവസമുണ്ടല്ലോ. വിയർപ്പിനകത്ത് മുങ്ങുകയാ. ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങുകയാണ്. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പടച്ചവനെ, പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണത് ചുമന്ന നിറമായതെന്നറിയുമോ? കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ? വല്ലാത്ത പ്രയാസമല്ലേ ബാപ്പാ. ചെറുപ്പക്കാരാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടുണ്ടോ? അതിന്റെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ. എങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയില് മനുഷ്യരുടെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാ. തങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാ. ഉമ്മാ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ജന്മം നൽകിയ പിതാവിന് നിന്നെ വേണ്ട, നൊന്ത് പ്രസവിച്ച ഉമ്മാന് നിന്നെ വേണ്ട, നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരാളും പരിഗണിക്കാത്ത പടച്ചറബിന്റെ പരലോകത്ത് നീ ഭയപ്പെടേണ്ട വാപ്പാ, നീ ഭയപ്പെടേണ്ട ചെറുപ്പക്കാരാ. ആരാണ് ഭയപ്പെടേണ്ടത്? ആരാണ് പേടിക്കേണ്ടത്? ആരാണ് പേടിക്കാതെ കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, يطعمون الطعام على حبه مسكينا ويتيما وأسيرا. പാപങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ പാപങ്ങൾക്ക് അന്നം കൊടുക്കുന്നവന് അല്ലാഹ് പറയുകയാ, നീ ഭയപ്പെടണ്ട. ഫവകാഹുമുല്ലാഹ്
അല്ലാഹു ശർറ ദാലികൽ ആ ഏറ്റവും ശർറായ ദിവസം നീ ഭയപ്പെടണ്ട. രണ്ട് ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ വലഖാഹും നദറതൻ വസുറൂറാ. നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രാത്രി നീ ആകാശത്ത് നോക്കുമ്പോ നീ പൂർണ്ണചന്ദ്രനെ കാണാറില്ല. നീ പൂർണ്ണചന്ദ്രനെ കാണാറില്ല. ആ ചന്ദ്രനെ കാണുന്നത് പോലെ ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നിന്നെ പടച്ച അല്ലാഹനെ കാണുമടാ ചെറുപ്പക്കാരാ. ഉപ്പമാരെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ നിനക്ക് കാണണോ? ആ അല്ലാഹനെ നിനക്ക് കാണണോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ നിന്നിട്ട് നിനക്ക് ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കാണണോ? ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, നിന്റെ കണ്ണുകൊണ്ട് നീ അല്ലാഹുവിനെ കാണും. ബാപ്പാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ പടച്ച റബ്ബിനെ കാണുകയാ. പടച്ചവന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ പാപങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. ഈ ആരാരുമില്ലാത്തവരെ നിങ്ങൾ മറന്നു പോകരുത്. കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്തവര്, ഈ പാപമുള്ളവ, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ പരിഗണിക്കരുത്. കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട് പറയുകയാ, ഇത് ഈ നാടിന്റെ വെളിച്ചമാടോ, ഈ നാടിന്റെ ഐശ്വര്യമാടോ. നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കരുത്. അവർക്കൊരു താങ്ങാകൂ. സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയാമല്ലോ, ഒന്ന് ദുആ ചെയ്യാമല്ലോ. അല്ലാഹുവേ, ഇതിന്റെ പ്രവർത്തകർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തടോ. പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. അല്ലാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടൊന്നും കിട്ടാറില്ല. പടച്ചവനെ, മഹാനായ ഗൗസുൽ അഗ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കിടക്കുന്ന ആ നാട്ടിലേക്ക് പോകാനുള്ള 1 ലക്ഷം രൂപയാണ് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത കഥ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കഥയാ. അല്ലാഹുവേ, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം ഓർമ്മ വരികയാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഹജ്ജിന് പോകണമെന്നാണ്, ഹജ്ജിന് പോകണമെന്നാണ്. അതിനു വേണ്ടിയാണ് താൻ സമ്പാദിക്കുന്ന പൈസ ഇങ്ങനെ മാറ്റിവെക്കുന്നത്. നിന്നെ പോലെ കോടീശ്വരനല്ല, സൂപ്പർ മാർക്കറ്റ് ഉള്ളവനല്ല, ഗൾഫിലെ കടയുള്ളവനല്ല. പടച്ചവനെ, ചെരുപ്പ് കുത്തുന്ന മനുഷ്യനാ. തനിക്ക് കിട്ടുന്ന പൈസ മാറ്റിവെക്കുകയാണ്. ഒരുപാട് കൊല്ലമാണ് മാറ്റിവെച്ചത്. എന്തിനാ? ഹജ്ജിന് പോകാൻ. റബ്ബേ, അങ്ങനെ ഏകദേശ പൈസയൊക്കെ ഒരുമിച്ച് കൂട്ടി ഹജ്ജിന് പോകാനുള്ള ഏകദേശ പൈസയൊക്കെ ആയി വരുമ്പോ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഗർഭിണിയായ ഭാര്യ പറയുകയാ, എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്,
എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ പൈസയില്ലെന്ന്, നിങ്ങൾ പാവപ്പെട്ടവനാണെന്ന്, അതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കാതിരുന്നത്. ഇന്ന് പിന്നെ പറയാനുള്ള കാരണമെന്താ? ഒരു ചെരുപ്പുകുത്തിയായ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണമെന്ന. അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഹജ്ജും